പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് പലിശ എന്ന ടോപ്പിക്കായിരുന്നു. ഇത് പുതിയൊരു ടോപ്പിക്കാണ്, ടൈം ആൻഡ് വർക്ക്, അല്ലെങ്കിൽ സമയവും ജോലിയും മിക്ക എക്സാമുകൾക്കും കൺഫേം ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സമയവും ജോലിയും എന്നുള്ളത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്തിൽ ഈ ഒരു വീഡിയോയിൽ ഏകദേശം 5 മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 5 മോഡൽ ക്വസ്റ്റ്യൻസും 5 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 5 ക്വസ്റ്റ്യൻസ് അല്ല, 5 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ മൊത്തമായിട്ടും പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഫസ്റ്റ് മോഡലിലേക്ക് പോകാം. ദേ നോക്കിയേ, ഒരു ജോലി 6 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? എന്താ പറഞ്ഞേക്കുന്നത്? എ എന്ന് പറയുന്ന ഒരാൾ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കും. അതേ ജോലി ബി എന്ന് പറയുന്ന ആൾ ചെയ്യാൻ 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം ഇത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. 2 രീതിയിലാണ് എപ്പോഴും നമ്മൾ കണക്കുകൾ ചെയ്യാറുള്ളത്. സിമ്പിളായിട്ടുള്ള മെത്തേഡും പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ വെച്ചുള്ളൊരു മെത്തേഡും നമ്മൾ ചെയ്യും. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എ എന്ന് പറയുന്ന ആൾ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 6 ദിവസം എടുക്കും. എത്ര ദിവസം എടുക്കും? 6 ദിവസമാണ് അദ്ദേഹം ഒരു ജോലി ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇയാൾ 6 ദിവസം എടുക്കും ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കുമെങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. ഒരു ദിവസം അദ്ദേഹം ചെയ്യുന്ന ജോലി 1/6 എന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ജോലി നമ്മൾ ഒരു ദിവസം അദ്ദേഹം എത്ര ജോലി ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? 1/6 ആയിരിക്കും. അതേപോലെ ബി എന്ന് പറയുന്ന ആൾ അതേ ജോലി ചെയ്യാൻ 12 ദിവസം എടുത്തു, അല്ലേ? 12 ദിവസം അതേ ജോലി ചെയ്യാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/12 ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? എന്താ പറഞ്ഞേക്കുന്നത്? എ എന്ന് പറയുന്ന ആൾ 6 ദിവസം കൊണ്ടാണ് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന ആൾ അതേ ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കും. അതായത് അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, എയും ബിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? അവർ ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കി, എ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ചെയ്യുന്നത് 1/6 ആണ്, അല്ലേ? പ്ലസ് ബി എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/12 ആണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്ന വർക്ക് എന്ന് പറയാൻ 1/6 + 1/12. എങ്ങനെ? അതേ ഇവിടെ നോക്കി, ഇത് 2 ഫ്രാക്ഷൻ ആണല്ലേ. 1/6 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, 1/12 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. ഈ 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 1 × 12 ആദ്യം ചെയ്യണം. 1 × 12 12 പ്ലസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അടുത്ത 6 × 1 6 ഡിവൈഡ് ബൈ 12 × 6 12 × 6. ഇങ്ങനെയാണ് നമ്മൾ 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ തരികയാണെങ്കിലോ കുറയ്ക്കാൻ തരികയാണെങ്കിലോ ചെയ്യുന്ന ഈ രീതിയാണ്. ഓക്കെ, 12 + 6 നമുക്ക് കിട്ടും 18 എന്ന് കിട്ടും. 12 + 6 18. 12 × 6 എത്ര കിട്ടും? 12 × 16 എത്ര കിട്ടും നമുക്ക്? 12 × 6 എത്ര കിട്ടും നമുക്ക്? 72 എന്ന് കിട്ടും, അല്ലേ? 72 എന്ന് കിട്ടും. ഇനി നോക്കിയാൽ 18 ഡിവൈഡ് ബൈ 72 എത്ര കിട്ടുമായിരിക്കും? 18 ഡിവൈഡ് ബൈ 72. ഇവിടെ നോക്കിയേ, 18 × 4 ഒന്ന് ചെയ്ത് നോക്കിയേ. 18 × 4 എന്നാലും 32 ശിഷ്ടം 3. 1 × 4 4 + 3 72. കണ്ടോ? 18നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 72 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. ഇവിടെ 1 കിട്ടും, അല്ലേ? 18നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 72നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. ആൻസർ 1/4 ആണ്. 1/4. കണ്ടോ? ഇവിടെ നോക്കി, ഇനി 1/4 കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ആൾ, ഒന്നും കൂടെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നു. എ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആണ്, അല്ലേ? 1/6 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസമാണ് അവർ പൂർണ്ണമായിട്ടും ജോലി ചെയ്യുന്നത്. അവരെത്ര ദിവസമാണ് ജോലി ചെയ്യുന്നത്? 6 ദിവസമാണ്. അതിൽ ഒരു ഭാഗമാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. 6 ദിവസം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ ടോട്ടൽ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ രണ്ടാമത്തെ കേസ്, ബിയുടെ കേസ് പറഞ്ഞു നോക്കിയേ. 12 ദിവസമാണ് ടോട്ടൽ അവർ വർക്ക് ചെയ്തത്, അല്ലേ? ഒരു ദിവസം വർക്ക് ചെയ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്തു? 1/12 എന്ന് എടുത്തു. അതായത് ഇതേ ഇവിടെ കിടക്കുന്ന ഈ 12 ഇത്രയും ദിവസമാണ് ബി ആകെ ജോലി ചെയ്തത്. അതിൽ ഒരു ഭാഗമാണ് ഒരു ദിവസം വർക്ക് ചെയ്തത്.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, എ പ്ലസ് ബി, എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ജോലി ചെയ്തത് 1/4 ആണ്. ഒരു ദിവസം ജോലി ചെയ്തത് 1/4 ആണ്. അതിനർത്ഥം എന്താ? എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മൊത്തം എത്ര ദിവസം ജോലി ചെയ്യും? 4 ദിവസം ജോലി ചെയ്യും. എത്ര ദിവസം ജോലി ചെയ്യും? 4 ദിവസം ജോലി ചെയ്യും. അതിൽ ഒരു ദിവസം ജോലി ചെയ്യുന്നതാണ് 1/4. അതിൽ ഒരു ദിവസം ജോലി ചെയ്യുന്നതാണ് 1/4. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര കിട്ടി? നമുക്ക് 4 കിട്ടി. ആൻസർ 4 കിട്ടി. ഒരു ഇക്വേഷനും പഠിക്കാതെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആൻസർ കിട്ടും. ഓക്കെ, 1/4. ഇക്വേഷൻസ് ഒരുപാടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഏത് ഇക്വേഷനാണോ ഉപയോഗിക്കേണ്ടതെന്ന് മറന്നു പോകും, അല്ലെങ്കിൽ ഇക്വേഷനകത്ത് നമുക്ക് തെറ്റ് പറ്റും. അതുകൊണ്ട് സാധാരണ രീതിയിൽ നമുക്ക് ചെറുതായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് കാണാൻ പഠിക്കുക. ഇതേ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു അല്ലേ? 1/4 എന്ന് കിട്ടും. അതായത് നമ്മൾ 4 ദിവസം ജോലി ചെയ്യുന്നതിൻ്റെ 4 ദിവസമാണ് എയും ബിയും കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നത്. അതിൽ ഒരു ദിവസത്തെ ജോലിയാണ് 1/4 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് നോക്കിയേ. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അതേ ജോലി വൈ ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി XY ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്യും. XY ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ ആണോ? നോക്കാം, ഇക്വേഷനകത്തിലോട്ട് ഇട്ട് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ജോലി 6 ദിവസം ഒരു ജോലി 6 ദിവസം കൊണ്ടും ബി അതേ ജോലി 12 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ഇക്വേഷൻ XY ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ആണ്. അതിനകത്തിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. എക്സിന് പകരം 6 എന്നും വൈക്ക് പകരം 12 എന്നും ഇട്ട് കൊടുക്കുന്നു. 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12. 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12. ഈ വരി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തൊട്ട് മുമ്പ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തപ്പോൾ ഇവിടെ ഇത് കണ്ടോ? 12 + 6 ഡിവൈഡ് ബൈ 12 × 6. 12 + 6 ഡിവൈഡ് ബൈ 12 × 6. ഇത് നേരെ തല തിരിച്ചാണ് അവർ അപ്പുറത്ത് വന്നേക്കുന്നത്. അതായത് 1/4 എന്നുള്ളത് 4 എന്നിട്ട് ഡയറക്റ്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് ഈ സെയിം ഇക്വേഷനാണ് കണ്ടോ, നമ്മൾ ചെയ്ത വഴിയിൽ തന്നെയാണ് ഇക്വേഷൻ കിടക്കുന്നത്. ഓക്കെ, 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12 അല്ലേ? 6 × 12 72 ഡിവൈഡ് ബൈ 6 പ്ലസ് 12 18 എന്ന് കിട്ടും. 18ഉം 72ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 4. 4 ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കും. ഓക്കെ ആണോ? കണ്ടോ, നമ്മൾ ചെയ്തതും നമ്മുടെ ഇക്വേഷൻസും തുല്യമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബിക്ക് അതേ ജോലി 10 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കും. അതേ ജോലി എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? നമുക്ക് രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നോക്കിയേ. എ ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/15 ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ബി അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 1/10 ആയിരിക്കും. ഇനി എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്തായിരിക്കും? 1/15. അതാണ് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. ഇവ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 + 15 ഡിവൈഡഡ് ബൈ 15 × 10. ഓക്കെ ആണോ? 10 + 15 25 എന്ന് കിട്ടും. 25 ഡിവൈഡ് ബൈ 15 × 10 150. 25 ഡിവൈഡ് ബൈ 150 എത്ര ചെയ്യാൻ പറ്റും നമുക്ക്? 6 അല്ലേ? 1/6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1/6 എന്ന് വെച്ചാൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 1/6 ജോലി ചെയ്യും. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 1/6 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും, 6 ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഇക്വേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്തതാണ്. ഒരു ദിവസം എ ചെയ്യുന്ന ജോലി കണ്ടുപിടിച്ചു, ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്നാൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുന്നതിനകത്തുള്ള ഡിനോമിനേറ്ററായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആകെ ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? XY ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. XY ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്നത് 15, എക്സ് എന്ന് പറയുന്ന 15 ഇൻറ്റു വൈ എന്ന് പറയുന്ന 10 ഡിവൈഡ് ബൈ 15 + 10.
അല്ലേ? എത്ര കിട്ടും? 150 ഡിവൈഡഡ് ബൈ 25. ഇത് ഇവിടെ കിട്ടുന്നത് നേരെ തലതിരിച്ച് ഇവിടെ കിട്ടുന്നതേ ഉള്ളൂ. ആൻസർ 6 ഈക്വൽ ടു 6. 6 ദിവസം എടുക്കും. ഒന്നാമത്തെ മോഡൽ മനസ്സിലായല്ലോ. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. നിങ്ങൾക്ക് ഇക്വേഷൻസ് പഠിച്ച് പഠിച്ച് അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുന്നവർ മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് അന്നേരം ഇക്വേഷനും കിട്ടും. എന്ത് ചെയ്യും? ഇത് ഇക്വേഷൻ ഒന്ന് മറന്നു പോയാൽ അല്ലാതെ ചെയ്യാനും കഴിയും. അടുത്ത മോഡൽ നോക്കാം. മോഡൽ 2. എയും ബിയും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർത്തുവെങ്കിൽ എയ്ക്ക് മാത്രമായി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? അവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ എ ചെയ്യുന്ന ജോലിയും ബി ചെയ്യുന്ന ജോലിയും തന്നു. എ ബി ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കണം. ഈ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കണം. ഇവിടെ എന്താ തന്നേക്കുന്നത്? എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലി തന്നിട്ടുണ്ട്, എയുടെ ജോലിയും തന്നു. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ബിയുടെ ജോലി തന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേ ആളുടെ ജോലി കണ്ടുപിടിക്കുക. ഇതായിരുന്നു നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇതേ സിമ്പിളായിട്ട് നോക്കിയേ. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ബി അത് കഴിഞ്ഞ് പറഞ്ഞു ബി ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/15 ആയിരിക്കും. 1/15 ആയിരിക്കും ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എ ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ പ്ലസ് ബിയിൽ നിന്നും ബി മൈനസ് ചെയ്യണം അല്ലേ? എ പ്ലസ് ബി രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്നും ബിയുടെ ജോലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ജോലി കിട്ടും? എയുടെ ജോലി കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1/10 ഒരു ദിവസം ചെയ്യും. അതിൽ നിന്നും ബിയുടെ വാല്യൂ, ബി ചെയ്യുന്ന ജോലി അങ്ങ് മാറ്റി വെക്കുക. ബി ചെയ്യുന്ന ജോലി എത്ര? 1/15. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? എ ചെയ്ത ജോലി കിട്ടും. നോക്കാം. എ ചെയ്ത ജോലി 15 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 15 അല്ലേ? 15 മൈനസ് 10 എത്ര കിട്ടി? നമുക്ക് 5 എന്ന് കിട്ടി. 10 ഇൻറ്റു 15 150 എന്നും കിട്ടി. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. നമുക്ക് രണ്ടുപേരെയും 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ 1 എന്ന് കിട്ടി. താഴെ 15നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടി. അതായത് എ ഒരു ദിവസം 1/13 ജോലി ചെയ്യും. 1/30 ജോലി ചെയ്യും. 1/30 ജോലി ചെയ്യും. അതായത് എ ഈ ജോലി ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. എ ഈ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ 30 ദിവസം എടുക്കും. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഇത് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി അല്ലേ? എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി ചെയ്യുന്നു, ബി മാത്രമായി ആ ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്യും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ബി ചെയ്യുന്നതിൽ നിന്നും ബി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? എ ചെയ്യുന്ന ജോലി കിട്ടും. ഓക്കെ ആണോ? സിമ്പിളാണ് അല്ലേ? ഇനി അത് ഇക്വേഷൻ രൂപത്തിലാണെങ്കിൽ ദേ നോക്കിയേ. എയും ബിയും ചേർന്ന് ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി മാത്രം വൈ ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ എ മാത്രമായി ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ദിവസം എടുക്കും. XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ, XY ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ദിവസം എടുക്കും. കണ്ടോ? ഏകദേശം സെയിമാണ്. തലയിരിച്ച് കിടക്കുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി മാത്രമായിട്ട് ആ ജോലി 15 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ എ മാത്രമായി ആ ജോലി ചെയ്തു തീർക്കാൻ XY അല്ലെ? ഇക്വേഷൻ എന്താ? XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. XY എന്ന് വെച്ചാൽ എക്സ് 10 വൈ 15 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് 10 വൈ 15 ഇതിനകത്ത് നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക കേട്ടോ. വലുതിൽ നിന്ന് ചെറുതായിട്ട് കുറയ്ക്കുക. 15 മൈനസ് 10 ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. 150 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? നമുക്ക് കഴിഞ്ഞ കണക്കിൽ കിട്ടിയതുപോലെ 30 എന്ന് കിട്ടും. 30 ദിവസം എടുക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ ഇടാതെ സാധാ രീതിയിലും ചെയ്യാൻ പഠിച്ചല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് ആ ജോലി 10 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? രണ്ട് രീതിയിൽ ചെയ്ത് നോക്കാമല്ലോ. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? 6 ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. ഇനി എ മാത്രമായി ചെയ്യുന്ന ജോലിയോ? എ മാത്രമായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 10 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/10 ആണ്.
എയും ബിയും കൂടെ ചെയ്യുന്ന ജോലിയിൽ നിന്നും എ ചെയ്യുന്ന ജോലി മാറ്റിവെച്ചാൽ ബാക്കി ആര് ചെയ്യുന്ന ജോലിയായിരിക്കും? ബി ചെയ്യുന്ന ജോലിയായിരിക്കും. അതായത് 1/6 നിന്നും 1/10 മാറ്റിവെച്ചാൽ നമുക്ക് ആരെ കിട്ടും? ബി ചെയ്യുന്ന ജോലി കിട്ടും. അതായത് 10 - 6 ഡിവൈഡ് ബൈ 10 × 6 അല്ലേ? 10 - 6 4 എന്ന് കിട്ടി. 10 × 6 60 എന്ന് കിട്ടി. 4 ഡിവൈഡ് ബൈ 60 4 ഡിവൈഡ് ബൈ 60 എത്ര കിട്ടും നമുക്ക്? 1/15 എന്ന് കിട്ടും. 1/15. അതായത് ബി ഒരു ദിവസം ചെയ്യാനെടുക്കുന്ന ജോലി എന്ന് പറയുന്നത് 1/15 അതായത് ബി ചെയ്യാനെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എത്രയാ? 15 ദിവസം എടുക്കും ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇനി ഇക്വേഷൻ രീതിയിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? XY ഡിവൈഡ് ബൈ X-Y അല്ലേ? XY ഡിവൈഡ് ബൈ X-Y. XY എത്രയാ നമുക്ക് കിട്ടിയ? 10 × 6 10 × 6 X-Yയോ 10 - 6 എത്ര കിട്ടി? 60 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. 15 ദിവസം എടുക്കും. ഓക്കെ ആണോ? 2 മോഡൽ മനസ്സിലായല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ മോഡലിലേക്ക് നോക്കിയേ. 12 ആൾക്കാർ ഒരു ജോലി 25 ദിവസം കൊണ്ടും അതേ ജോലി 10 പേർക്ക് ചെയ്യാൻ എത്ര സമയം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. 12 ആൾക്കാർ ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ ആണോ? 12 പേര് ഒരു ജോലി ചെയ്യാൻ 25 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ അതേ ജോലി 10 പേര് ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ദിവസം വേണ്ടി വരും? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നമ്മൾ നേരത്തെ പഠിച്ച അംശബന്ധം എന്ന ടോപ്പിക്കിനകത്തിലെ ഒരു കണക്കുമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഏത് കണക്കാണെന്ന് നോക്കിയേ. ഇവിടെ 12 ആൾക്കാർ 25 ദിവസം എടുക്കും ഒരു ജോലി ചെയ്ത് തീർക്കാൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ 12 എന്നുള്ളത് നമ്മൾ 10 ആക്കി എന്ന് വെച്ചാൽ 2 ആളിൻ്റെ എണ്ണം കുറച്ചു. അങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാനുള്ള ദിവസം എന്തായിരിക്കും? കൂടും അല്ലേ? നമുക്കറിയാം. എന്താ പറഞ്ഞത്? 12 ആൾക്കാർ 25 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 12ൽ നിന്നും ആളുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത് തീർക്കാനുള്ള ദിവസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടും. 12ൽ നിന്നും 10ലേക്ക് വന്നപ്പോൾ 25 ദിവസം കൊണ്ട് തീരേണ്ട ജോലി എന്ത് ചെയ്യും? 25നേക്കാൾ കൂടുതൽ ദിവസത്തിലേക്ക് നീങ്ങും. ഇത് മനസ്സിലായോ? മനസ്സിലായോ? എന്താ പറഞ്ഞാൽ 12 പേർ ചെയ്യേണ്ട ജോലി 25 ദിവസം കൊണ്ട് തീരും. 12 പേർ ഒരു ജോലി ചെയ്താൽ 25 ദിവസം കൊണ്ട് അത് തീരും. ഈ 12നേക്കാൾ അല്ലേ 12 എന്ന് പറയുന്ന ആളുടെ എണ്ണം കുറഞ്ഞു, 10ലേക്ക് കുറഞ്ഞു എന്ന് വെച്ചാൽ 12 എന്നുള്ളത് 10ലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത് തീർക്കാനെടുക്കുന്ന ദിവസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്യും? 25ൽ നിന്നും കൂടും. 25നേക്കാൾ കൂടുതലായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതേ നമുക്ക് പറയാം, ഇവിടെ ഈ സൈഡ് കുറഞ്ഞപ്പോൾ മറ്റേ സൈഡ് എന്ത് ചെയ്യും? കൂടി. 12ൽ നിന്നും 10ലേക്ക് വന്നപ്പോൾ 25ൽ നിന്നും അതിൻ്റെ ഉയർന്ന ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യും? കൂടും. ഇങ്ങനൊരു അംശബന്ധം പഠിച്ചിട്ടുണ്ടോ? നമ്മൾ 2 രീതിയിലുള്ള അനുപാതം പഠിച്ചു. അംശബന്ധവും അനുപാതവും എന്നുള്ളതിനകത്ത് പ്രൊപ്പോർഷനകത്ത് 2 പ്രൊപ്പോർഷൻസ് പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് പ്രൊപ്പോർഷനും 2 ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷനും. രണ്ട് പ്രൊപ്പോർഷൻസ് പഠിച്ചു. ഒന്ന് ഡയറക്റ്റ് പ്രൊപ്പോർഷനും മറ്റൊന്ന് ഇൻഡയറക്റ്റ് പ്രൊപ്പോർഷൻ. എന്താ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റി ഒരു സൈഡിലെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് മറു സൈഡിലെയും ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡിലെ ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് മറു സൈഡിലെ ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിച്ചു. ഒരു സൈഡിലെ ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ മറു സൈഡിലെ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ മറു സൈഡിലെ ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിച്ചത്. ഇവിടെയാണെങ്കിലോ 12ൽ നിന്നും 10ലേക്ക് എന്ന് വെച്ചാൽ 12ൽ നിന്നും 10ലേക്ക് കുറഞ്ഞപ്പോൾ 25ൽ നിന്നും മറ്റൊരു സംഖ്യ 25നേക്കാൾ വലിയൊരു സംഖ്യയിലേക്ക് കൂടും അല്ലേ? ഒരു സൈഡ് കുറഞ്ഞപ്പോൾ മറു സൈഡ് കൂടും. ഒരു സൈഡ് കുറഞ്ഞാൽ മറു സൈഡ് എന്ത് ചെയ്യും? കൂടും. ഇങ്ങനെ വരുന്നതിനെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? 12ൽ നിന്നും 10 ആളിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 25 ദിവസം എന്നുള്ളത് 25നേക്കാൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് കൂടും അല്ലേ? ഇതിനെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, ഡയറക്റ്റ് തമ്മിൽ ഗുണിക്കുക. 12 × 25 തമ്മിൽ അങ്ങ് ഗുണിക്കുക. 12ഉം 25ഉം കൂടെ അങ്ങ് ഗുണിക്കുക. 12ഉം 25ഉം കൂടെ ഗുണിക്കുക. ഈക്വൽ ടു 10ഉം എക്സും കൂടെ ഗുണിക്കുക. 10 × x. 12ഉം 25ഉം തമ്മിൽ ഗുണിക്കുക. 10ഉം എക്സും കൂടെ ഗുണിക്കുക. എങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ നേരെ എഴുതി വെക്കുക. എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഗുണിച്ചങ്ങ് വെക്കുക.
ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ 12 ഇൻറ്റു 25 ഗുണിക്കുക ഈക്വൽ ടു 10 ഇൻറ്റു എക്സ് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 12 ഇൻറ്റു 25 നമുക്ക് എക്സ് അല്ലേ കാണേണ്ടത്, എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നല്ലേ കാണേണ്ടത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 12 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. 12 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 10 ഇവിടെ ഗുണിച്ചിരിക്കുന്ന 10 എന്ത് ചെയ്യും, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പം ഡിവിഷൻ ആവും. അതാണ് 12 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞത്. ഓക്കെ, എത്ര കിട്ടും, 25 ഇൻറ്റു 10, സോറി, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിന് ക്യാൻസൽ ചെയ്യാം. ഇത് ഇവിടെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും, ഇവിടെ 6 കിട്ടും അല്ലേ. ഈ 5ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 കിട്ടും. 5 ഇൻറ്റു 6 30 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 30 എന്ന് കിട്ടി. 10 പേർക്ക് ആ ജോലി ചെയ്തെടുക്കാനുള്ള സമയം എത്ര എന്ന് കിട്ടി, 30 എന്ന് കിട്ടി. കണ്ടോ, ആളിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ ചെയ്ത് തീർക്കുന്ന ദിവസത്തിൻ്റെ എണ്ണം എന്ത് ചെയ്തു, വർദ്ധിച്ചു. അതാണ് ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ വാല്യൂസ് ഇങ്ങനെ എഴുതിയിട്ട് ഡയറക്റ്റ് ഗുണിച്ച് വെക്കുക. ഓക്കെ ആണോ? ഇത് നമ്മൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കണക്കാണ്. അടുത്ത ഇതിൻ്റെ എളുപ്പ വഴിയിലേക്ക് നോക്കാം. നോക്കിയേ, M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഇത് ചെയ്യേണ്ട കണക്കെന്ന് പറയുന്നത് M1 D1 ഈക്വൽ ടു M2 D2. M1 D1 ഈക്വൽ ടു M2 D2. എന്താ പറഞ്ഞേക്കുന്നത്, M ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ M1 D1 ഈക്വൽ ടു M2 D2 ആയിരിക്കും. M1 D1 ഈക്വൽ ടു M2 D2 ആയിരിക്കും. ഇവിടെ നോക്കാം, M ആളുകൾ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതിയാലോ, 12 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ 10 ആളുകൾ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ്. എത്ര ദിവസം എന്നുള്ളത് തന്നിട്ടില്ല, അത് നമുക്ക് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം, M1 D1 അല്ലേ, 12 ഇൻറ്റു 25 ഈക്വൽ ടു 10 ഇൻറ്റു എക്സ്. 10 ഇൻറ്റു എക്സ്, എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യും, 12 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 10 ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത തന്നെ 30 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും, 30 എന്ന് കിട്ടും. കഴിഞ്ഞ കണക്കിനകത്ത് നമ്മൾ ചെയ്ത അതേ ക്രിയ തന്നെയല്ലേ. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, കണക്കുകൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 2 രീതി നമുക്ക് ചെയ്യാം. 10 പേർക്ക് ഒരു ജോലി തീർക്കാൻ 12 ദിവസം എടുത്തു. അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേർ ജോലി ചെയ്തിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് എംപ്ലോയീസ്, ആളുകളുടെ എണ്ണം കൊടുത്തു. ഇത് ഡേയ്സ് കൊടുത്തു, എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു എന്ന് കൊടുത്തു. നോക്കിയേ, 10 പേർക്ക് ഒരു ജോലി തീർക്കാൻ 12 ദിവസം എടുത്തു. 10 പേര് ജോലി തീർക്കാൻ എത്ര ദിവസം എടുത്തു, 12 ദിവസം എടുത്തു. അതേ ജോലി 15 ദിവസം കൊണ്ട്, ഇവിടെ ദിവസത്തിൻ്റെ കണക്കാണ് കൊടുത്തേക്കുന്നത്, 15 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേർ ജോലി ചെയ്യണം. ഇവിടെ നോക്കിയേ, 12 ദിവസം കൊണ്ട് തീരുന്നൊരു ജോലി 15 ദിവസം കൊണ്ട് തീരണമെങ്കിൽ, 12 ദിവസം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടി 15 ദിവസമായി, 3 ദിവസം കൂടെ എക്സ്ട്രാ കൂടണമെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ എണ്ണം 10ൽ നിന്നും എന്ത് ചെയ്യണം, കുറയണം അല്ലേ. 12ൽ നിന്നും 15ലേക്ക് കൂടണമെങ്കിൽ 3 ദിവസം അധികം വരണമെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇവിടെ എന്ത് ചെയ്യണം, കുറയണം. മനസ്സിലായി? 10 പേര് ചേർന്ന് ചെയ്യുന്നൊരു ജോലി 12 ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറഞ്ഞാൽ മാത്രമേ ഇവിടെ 12 എന്നുള്ളത് 15 ആകൂ അല്ലേ. നമ്മൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീരും. നമ്പർ ഓഫ് എംപ്ലോയീസ് കുറഞ്ഞു കഴിഞ്ഞാലോ ജോലിയുടെ തീരാനുള്ള ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ജോലി പതുക്കെ തീരത്തുള്ളൂ അല്ലേ. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ അത് ആദ്യം കണ്ടുപിടിക്കുക. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്, ഒരു സൈഡ് താഴുമ്പോൾ മറു സൈഡ് എന്ത് ചെയ്യും, ഉയരും. ഇവിടെ നോക്കിയേ, 10നേക്കാൾ കുറയുമ്പോൾ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ചെയ്തു തീർക്കുന്ന ജോലിയുടെ അളവ് കൂടുന്നത് അല്ലേ. ഇവിടെ 12 ദിവസം കൊണ്ട് തീരേണ്ട ജോലി എത്ര ദിവസം കൊണ്ടേ തീരത്തുള്ളൂ, 15 ദിവസം. ഇവിടെ ഉയർന്നു 12 എന്നുള്ളത് എന്തിലേക്ക് പോയി, 15ലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 10ൽ നിന്നും എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും നമ്മൾ, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഗുണിക്കുക. 10 ഇൻറ്റു 12 ഈക്വൽ ടു എക്സ് ഇൻറ്റു 15 അല്ലേ. ഇതിൽ നിന്ന് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 10 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 15 എന്ന് ചെയ്യുക. ഇവിടെ 15ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 3 കൊണ്ട് അല്ലേ. ഇവിടെ 5 കിട്ടും, ഇവിടെ 4 കിട്ടും. ഇനി 5ഉം 10ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 4 8 എന്ന് കിട്ടി. അപ്പോൾ ഇത് 8
അപ്പോൾ 8 ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 15 ദിവസം എടുക്കും. 8 ആൾക്കാർ, 10-ൽ നിന്നും 2 പേര് കുറഞ്ഞു, 8 പേര്. അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യുന്ന എണ്ണവും ദിവസവും എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി ഇവർ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ചാണെങ്കിലോ M1D1 = M2D2, M2D2. ഓക്കെ, M1 എന്ന് പറയുന്നത് 10, M1 എന്ന് പറയുന്ന 10, D1 എന്ന് പറയുന്ന 12 = M2 എന്ന് പറയുന്നത് X × D2 എന്ന് പറയുന്നത് 15. അതിൽ നിന്ന് X = 10 × 12/15. എന്താ ആൻസർ കിട്ടും നമുക്ക്? 8 എന്ന് തന്നെ കിട്ടും അല്ലേ? ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേ നോക്കിയേ, ഒരു വയൽ കൊയ്യാൻ 12 പേർക്ക് 8 ദിവസം വേണമെങ്കിൽ ഇതേ ജോലി 16 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? നോക്കാം. ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് പീപ്പിൾസും ഡേയ്സും ഇങ്ങനെ എഴുതി. ഓക്കെ, എത്ര പറഞ്ഞേക്കുന്നത്? 12 പേർക്ക് 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം. 12 പേര് ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീരും? 8 ദിവസം കൊണ്ട് തീരും. ഇതേ ജോലി 16 പേര്, ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടി. 12 പേര് 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി, ആളിൻ്റെ എണ്ണം കൂടി. ആളിൻ്റെ എണ്ണം കൂടിയാൽ നമുക്കറിയാം സ്വാഭാവികമായി അത് പെട്ടെന്ന് ചെയ്ത് തീർക്കും അല്ലേ? ആളിൻ്റെ എണ്ണം കൂടിയാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കും. അപ്പോൾ 8-ൽ നിന്നും എന്ത് ചെയ്യും, താഴേക്ക് വരും. 8-ൽ നിന്നും ചിലപ്പോൾ 7 ദിവസം കൊണ്ട് തീരും, ചിലപ്പോൾ 6 ദിവസം കൊണ്ട് തീരും അല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്യും, കുറയും. ആളിൻ്റെ എണ്ണം കൂടിയാൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡയറക്റ്റ് തമ്മിൽ ഗുണിക്കുക. അപ്പം ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഗുണിക്കുക. എത്ര? 12 × 8 = 16 × X അല്ലേ? ഇവിടെ X ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 12 × 8 / 16 കൂടെ ഗുണിച്ചിരിക്കുന്ന 16 = ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. ഇനി 16ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 6 എന്ന് കിട്ടും അല്ലേ? ഇവിടെ 3 കിട്ടും അല്ലേ? നമ്മൾ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 12 / 4 3 കിട്ടും. ഇവിടെ 4 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് കിട്ടും. 3 × 2 6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ. ഓക്കെ ആണോ? ഇനി ഇക്വേഷൻ അനുസരിച്ചാണെങ്കിലോ M1D1 = M2D2, M2D2. എന്താ പറഞ്ഞേക്കുന്നത്? 12 പേര് 8 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ അതേ ജോലി 16 പേര് ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? X = എത്ര കിട്ടും നമുക്ക്? 12 × 8 / 16 എന്ന് കിട്ടി. ഓക്കെ ആണോ? 3 മോഡൽ മനസ്സിലായല്ലോ. 4ാമത്തെ മോഡൽ ഇതേ നോക്കിയേ, എക്സ് ജോലിക്കാർ ഒരു ജോലി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആദ്യം ചെയ്ത് നോക്കാം. എക്സ് ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണെങ്കിൽ ആളിൻ്റെ എണ്ണം ഇരട്ടിയായാൽ ജോലിക്കാർ അതിൻ്റെ പകുതി ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യം പറഞ്ഞ അനുസരിച്ചൊന്ന് എഴുതി നോക്കിയേ. എക്സ് ആളുകൾ 12 ദിവസം കൊണ്ട് ജോലി ചെയ്തു. 12 ദിവസം എടുത്തു. എക്സ് ആളുകൾ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുത്തു? 12 ദിവസം എടുത്തു. അങ്ങനെയാണെങ്കിൽ 2x ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളിൻ്റെ എണ്ണം എന്ത് ചെയ്തു? ഇരട്ടിച്ചു. ആളിൻ്റെ എണ്ണം ഇരട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ദിവസം കൊണ്ടുള്ളത് 6 ദിവസം കൊണ്ട് തീരും അല്ലേ? ഓക്കെ, എക്സ് ആളുകൾ 12 ദിവസം എടുത്തെങ്കിൽ എക്സിൻ്റെ ഇരട്ടി ആളുകൾ വന്നു കഴിഞ്ഞാൽ 12ൻ്റെ പകുതി ദിവസം കൊണ്ട് നമുക്ക് പണി തീരും. മനസ്സിലായോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 10 പേര് 12 ദിവസമായെന്ന് വിചാരിച്ചോ. 10-ന് പകരം 20 പേര് വന്നു കഴിഞ്ഞാലോ 12 ദിവസത്തെ ജോലി എന്തായിട്ട് മാറും? 6 ദിവസം കൊണ്ട്, പകുതി ദിവസം കൊണ്ട് തീരും അല്ലേ? അപ്പോൾ ഈ 2x ആളുകൾ വന്നു കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? പണി തീരും. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? അതിൻ്റെ പകുതി, 12 ദിവസം ചെയ്യുന്നതിൻ്റെ പകുതി ജോലി ചെയ്ത് തീർത്താൽ മതി. 12 ദിവസം ചെയ്യുന്നതിൻ്റെ പകുതി ജോലി, അതായത് 12 ദിവസം ചെയ്യുന്ന ജോലി നമുക്ക് എത്ര ദിവസം കൊണ്ട് തീരും? 6 ദിവസം കൊണ്ട് തീരും. അതിൻ്റെയും പകുതി ജോലി ചെയ്താൽ മതി. അതിൻ്റെയും പകുതി ജോലി ചെയ്യാന്ന് വെച്ചാൽ 3 ദിവസം കൊണ്ട് തീർക്കും. 3 ദിവസം. മനസ്സിലായോ പറഞ്ഞത്? 12 ദിവസം ചെയ്യുന്ന ജോലി മുഴുവനും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? 12 ദിവസത്തിൻ്റെ പകുതി ദിവസം ചെയ്താൽ മതി. 12 ദിവസത്തിൻ്റെ പകുതി എന്ന് പറയുന്ന 6 ദിവസത്തെ ജോലി ചെയ്താൽ മതി. അപ്പം എക്സ് ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഇരട്ടി ആളുകൾ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ചെയ്താൽ മതി? 6ൻ്റെ പകുതിയായ 3 ദിവസം ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ഇക്വേഷനും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. എന്താ? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. എക്സ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ എക്സ് ജോലിക്കാർ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, അതിൻ്റെ ഇരട്ടി ആളുകൾ വന്നാൽ നമുക്കറിയാം 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാം? 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. പക്ഷേ ഇവരത് അവിടെ പറഞ്ഞു അതിൻ്റെയും പകുതി ജോലി ചെയ്താൽ മതി. സാധാരണ ചെയ്യുന്നതിൻ്റെ പകുതി ജോലി ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നതിൻ്റെ പകുതി ചെയ്താൽ മതി. അതായത് 3 ദിവസം കൊണ്ട് ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞത്?
ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 12 ജോലിക്കാർ ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. 12 ജോലിക്കാർ ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇതിൻ്റെ ഇരട്ടി ജോലിക്കാർ ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? 12ൻ്റെ ഇരട്ടി 24 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 16ൻ്റെ പകുതി ജോലി ദിവസം മതി. 8 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? പണി തീർക്കും. 8 ദിവസം കൊണ്ട് പണി തീർക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ പറയുക? 12 ജോലിക്കാർ ഒരു ജോലി ചെയ്യാൻ 16 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജോലി തീർക്കാം. അതായത് 8 ദിവസം കൊണ്ട് ജോലി തീർക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. എയും ബിയും കൂടെ ചേർന്ന് 5 മിനിറ്റ് കൊണ്ട് 35 പേജുകൾ ടൈപ്പ് ചെയ്യും. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 35 പേജുകൾ 5 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്യും. എ മാത്രമായി 4 മിനിറ്റ് കൊണ്ട് 20 പേജുകൾ ടൈപ്പ് ചെയ്യും. എങ്കിൽ ബി 1 മിനിറ്റ് കൊണ്ട് എത്ര പേജുകൾ ടൈപ്പ് ചെയ്യും? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? എയും ബിയും കൂടെ 5 മിനിറ്റ് കൊണ്ട് 35 പേജ് 5 മിനിറ്റ് കൊണ്ട് 35 പേജുകൾ ടൈപ്പ് ചെയ്യും. എയും ബിയും കൂടെ 5 മിനിറ്റ് കൊണ്ട് 35 പേജുകൾ ടൈപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എയും ബിയും കൂടെ 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യുമായിരിക്കും? 5 മിനിറ്റ് കൊണ്ട് 35 പേജ് ടൈപ്പ് ചെയ്യുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യുമെന്ന് കാണാൻ എന്ത് ചെയ്യണം? 35 ഡിവൈഡ് ബൈ 5 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. 7 പേജുകൾ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തീർക്കും. പറഞ്ഞാൽ മനസ്സിലായോ? എയും ബിയും കൂടെ 5 മിനിറ്റ് കൊണ്ട് 35 പേജ് അടിക്കുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് അടിക്കുമെന്ന് കാണാൻ എന്ത് ചെയ്യണം? 35നെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 7 പേജ് എന്ന് കിട്ടും. അതായത് 1 മിനിറ്റിൽ 2 പേരും കൂടെ ചേർന്ന് 7 പേജ് അടിക്കും. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിയേ. എ മാത്രമായിട്ട് 4 മിനിറ്റ് കൊണ്ട് 20 പേജുകൾ ടൈപ്പ് ചെയ്യും. എ മാത്രമായിട്ട് 4 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യും? 20 പേജ് ടൈപ്പ് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ എ മാത്രമായിട്ട് 1 മിനിറ്റിൽ എത്ര പേജ് ടൈപ്പ് ചെയ്യും? എ മാത്രമായിട്ട് 1 മിനിറ്റിൽ എത്ര പേജ് ടൈപ്പ് ചെയ്യും? നോക്കിയേ, 4 മിനിറ്റ് കൊണ്ട് 20 പേപ്പർ ടൈപ്പ് ചെയ്യുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 20 ഡിവൈഡ് ബൈ 4 5 പേജ് ടൈപ്പ് ചെയ്യും. 5 പേജ് എന്ത് ചെയ്യും? എ മാത്രമായിട്ട് ടൈപ്പ് ചെയ്യും. ഓക്കെ ആണോ? ഈ 2 കാര്യം പറഞ്ഞ് മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? എയും ബിയും കൂടെ 1 മിനിറ്റ് കൊണ്ട് 7 പേജ് ടൈപ്പ് ചെയ്യും. എയും ബിയും കൂടെ 1 മിനിറ്റ് കൊണ്ട് 7 പേജ് ടൈപ്പ് ചെയ്യും. ഇനി എ മാത്രമായി 1 മിനിറ്റ് കൊണ്ട് 5 പേജ് ടൈപ്പ് ചെയ്യും. മനസ്സിലായോ? പറഞ്ഞേ, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 7 പേജ് ടൈപ്പ് ചെയ്യും. ഇനി എ മാത്രമായിട്ട് 1 മിനിറ്റ് കൊണ്ട് 5 പേജ് ടൈപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, അങ്ങനെയാണെങ്കിൽ ബി 1 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്യുന്ന പേജിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7-5 ആയിരിക്കും. 7-5 2 പേജ് ആയിരിക്കും. മനസ്സിലായോ? പറഞ്ഞാൽ എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 7 പേജ് ടൈപ്പ് ചെയ്യും. എ മാത്രമായിട്ട് 1 മിനിറ്റ് കൊണ്ട് 5 പേജ് ടൈപ്പ് ചെയ്യുമെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന 2 പേജ് 2 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 7 പേജ് മൊത്തത്തിൽ ടൈപ്പ് ചെയ്യത്തുള്ളൂ. അതിൽ 5 പേജും ആരാ ടൈപ്പ് ചെയ്യുന്നത്? എ ആണ് ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ടൈപ്പ് ചെയ്യുന്ന എത്ര പേജ് ആയിരിക്കും? ബാക്കി അവശേഷിക്കുന്ന 2 പേജ് ആയിരിക്കും. ഓക്കെ ആണോ? ഓപ്ഷൻ എ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എയും ബിയും കൂടെ ചേർന്ന് 5 മിനിറ്റിൽ 40 പേജുകൾ ടൈപ്പ് ചെയ്യുന്നു. എയും ബിയും കൂടെ ചേർന്ന് 5 മിനിറ്റ് കൊണ്ട് 40 പേജ് ടൈപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഇവർ 2 പേരും കൂടെ ചേർന്ന് 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യുമായിരിക്കും? 40 ഡിവൈഡഡ് ബൈ 5 8 പേജ് ടൈപ്പ് ചെയ്യും. ഇവർ 2 പേരും കൂടെ ചേർന്ന് 1 മിനിറ്റ് കൊണ്ട് എത്ര പേജ് ടൈപ്പ് ചെയ്യും? 8 പേജ് ടൈപ്പ് ചെയ്യും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാത്രമായി 4 മിനിറ്റ് കൊണ്ട് 20 പേജുകൾ ടൈപ്പ് ചെയ്യും. എ മാത്രമായിട്ട് 4 മിനിറ്റ് കൊണ്ട് 20 പേജ് ടൈപ്പ് ചെയ്യും. 20 പേജ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, അങ്ങനെയാണെങ്കിൽ എ മാത്രമായിട്ട് 1 മിനിറ്റ് കൊണ്ട് 20/4 5 പേജ് ടൈപ്പ് ചെയ്യും. 5 പേജ് 1 മിനിറ്റ് ടൈപ്പ് ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഒന്നും കൂടെ നോക്കിയേ. എയും ബിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ 8 പേജ് ടൈപ്പ് ചെയ്യും. അതിൽ എ എന്ന് പറയുന്ന ആളോ 1 മിനിറ്റ് കൊണ്ട് 5 പേജ് ടൈപ്പ് ചെയ്യും. നോക്കി, എയും ബിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ 8 പേജ് ടൈപ്പ് ചെയ്യും. അതിൽ 5 പേജും ആരാ ടൈപ്പ് ചെയ്യുന്നത്? എ ആണ്. അതിൽ 5 പേജും ടൈപ്പ് ചെയ്യുന്ന ആരാണ്? എ ആണ്. അങ്ങനെയാണെങ്കിൽ ബി എത്ര പേജ് ടൈപ്പ് ചെയ്യുമായിരിക്കും? അവശേഷിക്കുന്ന 3 പേജ്. 8 - 5 3 പേജ്. ആര് ടൈപ്പ് ചെയ്യും? ബി ടൈപ്പ് ചെയ്യും. ഓക്കെ ആണോ പറഞ്ഞത്?
അപ്പോൾ സമയവും ജോലിയും എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിനകത്തുള്ള ആദ്യത്തെ 5 മോഡലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്തു, അല്ലാതെ ഇക്വേഷൻ ഇല്ലാത്ത രീതിയും നമ്മൾ ഉപയോഗിച്ചു. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അത് പഠിക്കുക, മനസ്സിലാക്കുക.